ഹലോ, വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ടിപ്പിലേക്ക് എടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ബക്കറ്റിലേക്ക് ഇളം ചൂടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂണ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു മാറ്റേ കഴുകിയെടുക്കുന്നുള്ളൂ. നിങ്ങൾ എത്ര മാറ്റാണോ കഴുകാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായി അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സർഫ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷറോ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കംഫർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കംഫർട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും. കുറേ കാലം അഴുക്കൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അതിനായി ഞാൻ കംഫർട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അഴുക്കൊക്കെ വേഗം തന്നെ വിട്ടുമാറുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊക്കെ നന്നായി ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ ഏതാണോ മാറ്റ് നമുക്ക് കഴുകി വൃത്തിയാക്കേണ്ടത് അത് ഇതിലേക്ക് 1 മണിക്കൂറോളം മുക്കി വെക്കുക. എൻ്റെ മാറ്റിൽ നല്ല പോലെ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇനി ഞാൻ ഇതിലേക്ക് മുക്കി വെക്കലാണ്. എന്നിട്ട് ഇതൊരു തടി കൊണ്ട് നല്ലപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് മുങ്ങും പാകത്തിൽ തന്നെ വെക്കണം. എന്നിട്ട് 1 മണിക്കൂർ വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റ് എന്തായി നോക്കാം. മാറ്റിൽ നിന്ന് അഴുക്കൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കളയേണ്ട ആവശ്യമേ ഉള്ളൂ. കുറേ സമയം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകുമ്പം തന്നെ നമ്മൾ അഴുക്കൊക്കെ വിട്ടുമാറുന്നതായിരിക്കും. ഇതിന്മേൽ നിറയെ അഴുക്കുണ്ട്. അതൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സോപ്പ് സൊല്യൂഷന് നമ്മൾ നേരത്തെ ആക്കി വെച്ച സൊല്യൂഷനില്ലേ അത് ഇതിന്മേൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മേലുള്ള അഴുക്കൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ തന്നെ അഴുക്കൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി കുറച്ച് അഴുക്കും കൂടിയുണ്ട്. അത് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പം തന്നെ അഴുക്കൊക്കെ നന്നായി വിട്ടുമാറുന്നുണ്ട്. ഇനി ഞാൻ ഒരു നല്ലൊരു വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മുക്കിയെടുക്കലാണ്. മുക്കിയെടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായി ഇതിന്മേലുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ല വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ഇതിൻ്റെ പുറകുവശം കൂടി നല്ലപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പം തന്നെ നല്ലപോലെ ബ്രൈറ്റായി കിട്ടുന്നതായിരിക്കും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതുപോലെ ആയിക്കിട്ടുമെന്ന്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള മാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണാം വ്യത്യാസം. നമ്മൾ സാധാ ഉരച്ച് കഴുകുന്ന പോലെയല്ല. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഉരച്ച് കളയുമ്പം തന്നെ നമ്മളെ അഴുക്കൊക്കെ പോയി കിട്ടുന്നതായിരിക്കും. ഇനി ഒരു ക്ലിയർ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ മുക്കിയെടുത്ത് കഴുകുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലൊരു വെയിലത്ത് ഉണക്കാനിടാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.